So friends, this is Dubai. നിങ്ങളുടെ അടുത്ത് 2 മണിക്കൂറാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു ഫ്രണ്ടും സമയം പോണതറിയില്ല. അതെ, ബത്തൂത്ത മാളിൽ വരിക. ഇവിടുത്തെ മാളിൻ്റെ പ്രത്യേകത ഒരു മ്യൂസിയം പോലെയാണ്. ഏകദേശം 5 സെഗ്മെൻ്റാണുള്ളത്: ചൈന, ഇന്ത്യ, പേർഷ്യ, ടുണീഷ്യ, ഈജിപ്റ്റ്. സോ ഈ ഒരു പ്രത്യേകതയും അതോടൊപ്പം എൻ്റെ വ്ളോഗിങ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എന്ന ഒരു ചെറിയ പ്രത്യേകതയും ഈ സ്ഥലത്തിനുണ്ട്. സോ നമ്മുടെ ഈ ഫ്രണ്ടിൻ്റെ പ്രത്യേകത എന്നുള്ളത് സൗദിയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹക്കീം എന്നാണ്. മലപ്പുറമാണ് സ്ഥലം. മലപ്പുറം തിരൂരാണ്. അദ്ദേഹം ഒരു ജീനിയസ് ആണ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്, അതോടൊപ്പം സൗദി ബ്രാഞ്ച് മാനേജർ കൂടിയാണ് നമ്മുടെ കമ്പനിയുടെ. സോ അത് നമ്മുടെ ഒരു അത്താണി കൂടിയാണ് ഇദ്ദേഹം. ഇതായിരുന്നു ആദ്യമായി ഞാൻ വ്ളോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത, യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ചെയ്ത സ്പോട്ട് എന്നുള്ളത്. ഇത് ഒരു റഷ് ഏരിയ ആണ്, കാണാൻ പറ്റുന്നത് പോലെ. ആദ്യം പിന്നെ അല്പം നാണമൊക്കെ മാറ്റി വെച്ചാണ് ഈ ഒരു വ്ളോഗിങ് ഏർപ്പാടിലേക്ക് ഇറങ്ങിയത്. ദുബായിലേക്ക് വന്നത് ഏകദേശം ഒരു ദിവസം, അതായത് 24 hours വേണ്ടിയാണ്. സോ ഒബ്വിയസ്ലി ഒരു ക്വസ്റ്റ്യൻ വരും, ഒരു ദിവസത്തിന് വേണ്ടി എന്തിനായിരിക്കും ദുബായിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ ഏരിയ എന്നുള്ളത് കുവൈറ്റാണ് ഫോർ ദ സെയിൽസ്. പക്ഷേ നമുക്ക് ഹെഡ് ഓഫീസായിട്ടുള്ളത്, നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് എന്നുള്ളത് ദുബായിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ മാസവും ദുബായിൽ വരാറുണ്ട്. എന്നിട്ട് തീർച്ചയായിട്ടും സെയിൽസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകളും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. സോ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ദുബായിലേക്ക് വന്നിട്ടുള്ളത്. സംവൺ ആസ്ക്, കുവൈറ്റും ദുബായും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളത്. എങ്കിൽ തീർച്ചയായിട്ടും കുവൈറ്റിനെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കുറേയും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള, ക്ലാസിക് ആയിട്ടുള്ള, വളരെ ക്വയറ്റായിട്ടുള്ള ഒരു അറബ് കൺട്രിയാണ്. ഒബ്വിയസ്ലി കുവൈറ്റിൻ്റെ ഒരു ഭാഗത്ത് സൗദി അറേബ്യയുടെ നോർത്തേൺ പ്രോവിൻസസും അതോടൊപ്പം ഇറാഖിൻ്റെ ഒരു സൗത്ത് ഈസ്റ്റേൺ പാർട്സും ഒക്കെയാണ് വരുന്നത്. കടലിനപ്പുറം ഇറാനുമാണ്. പക്ഷേ ദുബായിയുടെ പ്രത്യേകത എന്നുള്ളത് അത് കുറേയും കൂടി ഹാപ്പനിങ് പ്ലേസാണ്, ഡൈനാമിക്കാണ്, വളരെ കളർഫുള്ളാണ്. സോ ഈ ഒരു വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും UAE പ്രത്യേകിച്ച് ദുബൈയിൽ കാണാൻ പറ്റുന്നുണ്ട്. 2 രാജ്യങ്ങളെ അല്ലെങ്കിൽ 2 സ്ഥലങ്ങളെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ചില സിഗ്നേച്ചർ ഹൈലൈറ്റ്സ് ഉണ്ടാകും. അതുതന്നെയാണ് ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതിൻ്റെ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സായി വരുന്നതും.